ഹലോ ഫ്രണ്ട്സ്, മോളുടെ പിറന്നാളായിട്ട് പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. അവിൽ പായസമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ അർജുൻ ആൻഡ് ധനി വ്ളോഗ്സ് എന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഉരുളിയിലേക്ക് നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കപ്പലണ്ടിയും കാഷ്യൂനട്ടും ചേർത്തു. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഉണക്കമുന്തിരിയും ഈന്തപ്പഴവും ചേർത്തു. അതൊന്ന് നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുകയാണ്. അപ്പോൾ എല്ലാം നന്നായിട്ട് നെയ്യിലൊന്ന് വരണ്ട് വന്നതിന് ശേഷം നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം അവിൽ ചേർക്കുകയാണേ. അവിൽ ചേർത്ത് അവിലൊന്ന് നന്നായിട്ട് ആ നെയ്യിലൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ ഒന്ന് ആ നെയ്യിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തു. അവിലൊക്കെ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് നെയ്യിൽ. അതിനുശേഷം പാലൊഴിക്കുകയാണ്, ആവശ്യത്തിനുള്ള പാലൊഴിക്കുകയാണ്. പാല് ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണേ. തിളയ്ക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തിളച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തു. അടുത്ത് ഏലക്കാപ്പൊടിയും ചേർത്തു. അപ്പോൾ പായസം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ചൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അതിന് ശേഷം അവസാനമായിട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ചൊന്ന് ഇളക്കിയെടുത്തു. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മധുരമൊക്കെ കറക്റ്റാണോ എന്ന് ഞാൻ നോക്കി. നല്ല കറക്റ്റാണ്, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ പായസം റെഡിയായ ഉടനെ തന്നെ മോള് അമ്മയെ പായസം റെഡിയായെങ്കിൽ താന്ന് പറഞ്ഞ് വന്നു. അങ്ങനെ ഞാൻ അവൾക്ക് കൊടുക്കാനായിട്ട് കുറച്ച് പായസം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചൊന്ന് തണുപ്പിച്ച് കൊടുത്തു. അവളത് കഴിക്കുകയും ചെയ്തു. നമുക്ക് ബാക്കി എല്ലാവർക്കും ഗ്ലാസ്സിൽ പായസമൊക്കെ വിളമ്പി. പായസം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു, പെട്ടെന്ന് റെഡിയായി. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പായസമൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ.